അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000 ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ, ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ച കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്,
പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിനും പോകുന്നവരുണ്ട്, വിവാഹകാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ അവരെ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit with fire fingers, soak with the precious blood. Lord, increase His Spirit of power and grace. ഞാൻ ചില ആൾക്കാർ പറയവേ, നാളെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് നമ്മൾ വീമ്പടിക്കരുത്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പ്രശ്നം, കർത്താവിൻ്റെ തിരുസന്നിധി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയണേ. അതായത് ചില സമയത്ത് പീക്കിലോട്ട് ദൈവ ചൈതന്യം ഇങ്ങനെ പോവും, എന്നിട്ട് നേരെ ഗ്രാഫ് താഴേക്ക് വരും, പിന്നെ ഉയരും, ഇങ്ങനെ താഴും. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധ വെല്ലും ബ്രേക്കും ജീവിതത്തിൻ്റെ മേലില്ലെങ്കിലും എപ്പോഴും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടണ അനുഗ്രഹത്തിന് ആനുപാതികമായിട്ടാണ് നിങ്ങളെ കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. കാര്യം മകന് ജോലി കിട്ടി, വീടൊക്കെ വെച്ച്, അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച്, ഇപ്പോൾ വലിയ മുട്ടിപ്പാടൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ കൊച്ചു നാളെ കേൾക്കുകയാണ് അവൻ്റെ വിസ ക്യാൻസലാകാൻ പോവുകയാണ്. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന മുടക്കുന്നേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അതാണ് വിഷയം. അത് എന്നുവെച്ചാൽ കാലാവസ്ഥകളിൽ ഭേദങ്ങളിൽ കൈവരിക്കുന്ന സന്തുലിതാവസ്ഥ ദൈവത്തിരുസന്നിധിയിൽ വെടിപ്പോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് എനിക്കാണെങ്കിൽ ചേടത്തിമാരെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഇവരൊക്കെ ഇങ്ങനെ വാരിക്കെട്ടിയൊക്കെ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഇത് നല്ലപ്പോഴും കുറേ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി, മക്കളൊക്കെ രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ വലിയ സംഭവമൊക്കെ പറയണമെങ്കിലും നാളെ ഇവർക്കൊരു പണി കിട്ടുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകും, ഈ ഭക്തി ഉണ്ടാകത്തില്ല, പ്രാർത്ഥന ഉണ്ടാകത്തില്ല. മോന്തം കയറ്റി എവിടെയെങ്കിലും ദൈവത്തിനെയും തെറി വിളിച്ച് എവിടെയെങ്കിലും മൂല കുത്തിരിക്കണ കാണാം. ഇത്രയുള്ള സാധനം. ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ 8 പണി കിട്ടുകയും ചെയ്യും. എന്താ കാര്യം ചെറിയാവുക? അതായത് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണേ ഇത്. പക്ഷേ ഇതിന് വരവ് ഇത്തിരി പെശക് വരവാണ് ഈ വരുന്നത്. ഇപ്പോൾ നീ ഒരുത്തരെ കണ്ടുമുട്ടിയ കാര്യമാണ്. ആ നാന്താരിയല്ല. റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ. അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പീലിപ്പോസ് എന്ന് പറഞ്ഞ ഒരാൾ നമുക്കുണ്ടാകുമല്ലോ. നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ ചിറ്റപ്പൻ, നിൻ്റെ ആൻറ്റി, നിൻ്റെ അങ്കിള്, ഇങ്ങനെ കുറേ അണ്ണന്മാരുണ്ട്. അത് പീലിപ്പോസ്. നമ്മൾ കുറേ പീലിപ്പോസുമാരുണ്ടാവും. കർത്താവ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ആൻറ്റിയും അണ്ണനും കൂട്ടുകാരും അതാണ് പീലിപ്പോസ് എന്ന് പറഞ്ഞ ആ കക്ഷികളൊക്കെ നിന്നെ കാണുന്ന മുമ്പ് കാണാൻ തുടങ്ങിയവരാണ് ഞാൻ. യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള അസസ്മെന്റ്. എന്നിട്ട് ഈ അസസ്മെന്റിൻ്റെ അകത്ത് ഒരു ഐഡന്റിറ്റി പറയുന്നുണ്ട്. കർത്താവ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡന്റിറ്റി ഉണ്ട്. എന്താണ് അത്? ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് പറയുകയാണ്, കർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന്
സീരിയസ് ആയിട്ട് എടുക്കണം. യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു. യേശു അവനെ കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എന്നെ വല്ലാത്ത രീതിയിൽ മാറ്റിമറിച്ചിട്ടുള്ള വചനമാണിത്. എൻ്റെ പ്രിയപ്പെട്ട പ്രശ്നം വെച്ചാൽ യേശുവിനെ 1650 അല്ലെങ്കിൽ 550 വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കോബ് എന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ നാഥാനിയലെ കാണാൻ പറയുന്നത് യാക്കോബിനെ കുറിച്ച് നമ്മുടെ പിതാവായ അബ്രഹാത്തിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയാതെ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണം. ഇയാൾ കാപട്യക്കാരനാണെന്നാണ്. അത് സുവിശേഷകന്മാർ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ച് കയറുകയും ചെയ്തു. ഇവർ ആദ്യം ഇത് വെളിപാട് വരുന്നത് എഴുത്തുകാർക്ക്, സുവിശേഷകന്മാർക്കല്ലേ വന്നത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ, ഇത് യാക്കോബിന് ദൈവമാണ്, യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ്. അപ്പോൾ കാപട്യക്കാരൻ്റെ ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇത് വേണേൽ എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞ് യാക്കോബ കാപട്യക്കാരൻ ആണെങ്കിൽ കാപട്യക്കാരൻ തന്നെയാണ്. അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ മക്കളെ. കാപട്യ ഒരു പ്രോബ്ലമാണ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞില്ലേ? പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപട്യമാണ്. 1650 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോബ്, യേശു ക്രിസ്തുവിനേക്കാളും. പക്ഷേ ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ കാപട്യമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി. നാഥാനിയേലിനെ കണ്ടപ്പോഴേ, കാപട്യമില്ലാത്തവരെ കണ്ടപ്പോൾ യഥാർത്ഥ കാപട്യക്കാരനെ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു. ഇവനിൽ എന്ത് പറയുന്നുണ്ട്? ഇവനിൽ ഈ നാഥാനിയേലിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം. എന്താണ്? കാപട്യമില്ലാതെ ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന്. ആദ്യം തന്നെ ഈ സന്നിധിയിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് എൻ്റെ അമ്മയോട് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷെറിൻ ജോയി. ഞാൻ കായംകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 18/3/2025 ഞാനൊരു BSc നേഴ്സാണ്. അപ്പോൾ എല്ലാ നഴ്സുമാരെയും പോലെ വിദേശത്തേക്ക് പോകാനാണ് എൻ്റെയും വലിയൊരു ആഗ്രഹം. പക്ഷേ ഞാൻ ഓൾറെഡി ഒരു ലോൺ എടുത്തിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് ഇനിയും ഏജൻസിക്കാർക്ക് ഒരു വൻ തുക കൊടുത്തിട്ട് പോകാനുള്ള ഒരു സാമ്പത്തികമൊന്നും എനിക്കില്ല. അപ്പം ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും, എനിക്ക് വലിയൊരു തുക കൊടുത്തിട്ട് പോകാതെ എങ്ങനെയെങ്കിലും മാതാവിൻ്റെ ഒരു കാര്യം എടുത്താൽ പോകാൻ ഇടയാക്കണേന്ന്. അപ്പോഴാണ് നോർക്ക വഴി പോകുന്നത്, ജർമ്മനിയിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞത്. പത്രത്തിൽ കൂടെ പരസ്യം കണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് ഏകദേശം 25,000 നഴ്സുമാർ അതിന് അപ്ലൈ ചെയ്യുന്നതാണ്. അതിനകത്ത് 350 പേരെ അവർ എടുക്കത്തുള്ളൂ. അങ്ങനെ എന്നെ എടുത്തു. എൻ്റെ മാതാവിൻ്റെ കാരുണ്യത്താൽ സെലക്റ്റായി. അവിടുന്ന് ഡയറക്റ്റ് വന്ന് അവർ ഇൻ്റർവ്യൂ എടുക്കുമായിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ സെലക്റ്റായി. ജാനുവരി ക്ലാസ് തുടങ്ങി B1 ഇൻ്റർനാഷണൽ എക്സാമാണ് ഞാൻ എഴുതുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. റീഡിംഗ് ഒക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എക്സാം എഴുതിയപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ബാക്കി 3 മൊഡ്യൂളും കിട്ടി, റീഡിങ് കിട്ടിയില്ല. ശരിക്കും ഞാൻ ഷോക്കായിപ്പോൾ. എന്താ എനിക്ക് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോഴാണ് നമ്മൾ എത്ര പഠിച്ചാലും എങ്ങനെല്ലാം പഠിച്ചാലും ചില കാര്യങ്ങൾ നമ്മളെ കിട്ടത്തില്ല എന്ന് എനിക്ക് അതുകൊണ്ട് മനസ്സിലായി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂടുതൽ ഉടമ്പടി പുതുക്കി ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ 7 വട്ടം എക്സാം എഴുതി. എൻ്റെ വീട്ടുകാർക്കൊക്കെ അത്ഭുതമായിരുന്നു. കാരണം ഇതിനു മുന്നേ ഒരു വട്ടം പോലും തോൽവി എന്ന് പറഞ്ഞ സാധനം ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്ക് വല്ലാത്തൊരു ഡിപ്രഷനിലോട്ട് പോയി. ഞാൻ ആരോടും മിണ്ടുന്നില്ല. ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് സാമ്പത്തികമായിട്ട് പുറമോട്ടായതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാതെ ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ കൂടെയാണ് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ഞാൻ ഉറങ്ങത്ത് പോലും ഇല്ലാതെ ഞാൻ പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ചിട്ടും എനിക്ക് 6 തവണയും കിട്ടിയില്ല. ഞാൻ ആരോടും മിണ്ടുന്നില്ല, വീട്ടുകാരോട് പോലും മിണ്ടാത്ത അവസ്ഥ. ഞാൻ ആകപ്പാടെ മിണ്ടുന്നത് ദൈവത്തിനോട്, മാതാവിനോട് മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കും. എന്തിനാ എന്നെ ഇത്രയും ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല. മാതാവ് എന്താണ്. പക്ഷേ നമുക്കൊരു തടസ്സം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കാണും ഉറപ്പായിട്ടും. അതെനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്.
അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി അച്ഛൻ്റെ ധ്യാനം കേട്ടും ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കേട്ടും പ്രാർത്ഥിക്കുകയും ഉപവാസമൊക്കെ എടുത്തിട്ട് ഞാൻ മാതാവിൻ്റെ എപ്പോഴും ഞാൻ എക്സാം എഴുതുമ്പോൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. ഉപ്പും തൈലവും കാശുരൂപം കൊണ്ട് ഞാൻ ആ എക്സാം സെൻറ്ററിൽ കയറത്തുള്ളൂ. അവരത് പറ്റത്തില്ല എന്ന് പറയും, പക്ഷെ ഞാൻ എവിടെയെങ്കിലും ഉപ്പും കാശുരൂപവും ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ കയറത്തുള്ളൂ. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കുന്നതിന് മുന്നേ ഞാൻ ഉപ്പെൻ്റെ ഡെസ്ക് വിതറി, എന്നിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച ശേഷം ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് തുറന്നു നോക്കത്തുള്ളൂ. അങ്ങനെ 7ാമത്തെ വട്ടം എനിക്ക് റീഡിങ് കിട്ടി. ഞാൻ ഭയങ്കര മാതാവിനോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടി. പരീക്ഷ പാസ്സായ ആൾക്കാരോട് ചോദിക്കുമ്പോൾ പോലും അവർക്ക് അറിയത്തില്ല അവരെങ്ങനെ പരീക്ഷ പാസ്സായെന്ന്. അനുഗ്രഹത്താൽ പാസ്സായതാ, ഇതെങ്ങനെ, നമ്മൾ റീഡിങ് അല്ലേ, അവരെങ്ങനെ പറയത്തുള്ളൂ. ഇനി എന്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലും അറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ എക്സാം കിട്ടി, അതിന് ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ പോകുന്ന ഹോസ്പിറ്റലിലോട്ട് നല്ല പ്രോസസ്സിങ് ഉള്ള ഒരു ടൈമായിരുന്നു. പ്രോസസ്സിങ് ഒരുപാട് ലാഗ് ആവുന്നൊരു ഹോസ്പിറ്റലിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അതും ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവരും ചോദിക്കുകയാണ് ഇങ്ങനെ നിൽക്കുകയാണോ, പോകുന്നില്ലേ, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം. എനിക്ക് ആകപ്പാടെ എനിക്ക് പറയാനുള്ളത് മാതാവിനടുത്ത്. ഞാൻ മലപ്പുറത്തായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ പോകുന്ന വഴിക്ക് ഞാൻ ആലപ്പുഴ ഇറങ്ങാതെ, ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാതെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകത്തില്ല. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് ആരോടും ഒന്നും പറയാനില്ല. ഇവിടെ വന്നിട്ട് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇവിടെ വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും മാതാവിനോട്, എനിക്കൊരു വഴി നീ കാണിച്ചു തരണേ മാതാവ്, എനിക്ക് വേറെ ആരോടും പറയാനില്ല എന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഈ മെയ്യിൽ മാതാവിൻ്റെ കരുണയാൽ എനിക്ക് പിന്നെയും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് 3 മാസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നപ്പോൾ ആ ഒരു ധൈര്യത്തിൻ്റെ പേരിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൽ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇറങ്ങി വീട്ടിൽ വന്നു. ഇനി ടിക്കറ്റ് കിട്ടിയാൽ മതിയല്ലോ എന്ന്. അവിടെ എനിക്കൊരു തടസ്സം വന്നു. അവിടെ എനിക്ക് ജർമ്മനിയിൽ അക്കോമഡേഷൻ ശരിയാവുന്നില്ല, അതുകൊണ്ട് ഇപ്പോഴേ ടിക്കറ്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ തളർന്നു പോയി. കാരണം ഇത്രത്തോടെ തടസ്സങ്ങൾ നേരിട്ട് ഇത്രയും പ്രാർത്ഥിച്ച് ഇവിടുന്ന് വരെ എത്തിയിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങത്തോട്ടില്ലായിരുന്നു. പള്ളിയിൽ പോകാനല്ലാതെ ഞാൻ പുറത്തിറങ്ങത്തില്ല. പള്ളിയിൽ പോകുന്നത് തന്നെ ആരോടും മിണ്ടത്തില്ല. നേരെ ചെന്ന് പള്ളിയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. കാരണം എല്ലാവർക്കും എന്നോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളൂ, എന്തിനാ ഇങ്ങനെ നടക്കുന്നതെന്ന്. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അറിയത്തില്ല. ദൈവത്തിനെല്ലാം എനിക്ക്. പക്ഷെ ഞാൻ വേദപുസ്തകം നല്ലോണം വായിക്കും. ആ സമയത്തൊക്കെ എനിക്കിങ്ങനെ കിട്ടും. യെശയ്യാവിൻ്റെ പുസ്തകമാണ് ഞാൻ ഏറ്റവും കൂടുതൽ തുറക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി അത് പറയാൻ പറ്റത്തില്ല. വേറെ ഒരു മനുഷ്യന് നമ്മളെ സമാധാനിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനത് വായിക്കുമ്പോൾ കൂടുതൽ എനിക്ക് എവിടെ നിന്നൊക്കെ എനിക്ക് ശക്തി കിട്ടും. ഇല്ല, ശരിയാവും, എൻ്റെ മാതാവ് എനിക്ക് ഇടത്തും വലത്തുമായിട്ട് ഉറപ്പായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ പിന്നെയും ഞങ്ങളുടെ കോർഡിനേറ്ററുണ്ട്. ഞാൻ കോർഡിനേറ്ററിന് എല്ലാ ആഴ്ചയും ചോദിക്കുക, എന്തെങ്കിലും ആയോ, എന്തെങ്കിലും അപ്ഡേഷനുണ്ടോ. അവർ പറയും ഇപ്പോഴേ ഒന്നുമില്ല, ഡിസംബറിലേക്ക് ചിലപ്പോൾ കാണുമായിരിക്കും, അക്കോമഡേഷൻ ശരിയായാലേ അതൊന്നും കാണത്തുള്ളൂ, എനിക്ക് ഉറപ്പൊന്നുമില്ല. അത് കേൾക്കുമ്പോൾ വീട്ടുകാരും ഇങ്ങനെ, നമ്മൾ സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് എങ്ങോട്ടും പോകാനും ഒന്നുമില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി എവിടെയും കയറിയാലോ, അതൊരു റിസ്ക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി വന്നാൽ ഇറങ്ങുകയും വേണം. ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് തടസ്സങ്ങളാണ്. അവിടെ എനിക്ക് കിട്ടത്തില്ല. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോകുമായിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ പഠിച്ചിട്ടാണ് പോകുന്നത്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവരെന്നോട് ചോദിക്കുക, നമ്മളെ നീ ഒന്നും പഠിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കറിയാം ഞാൻ പഠിച്ചിട്ടാണ് വന്നത്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനൊരു സ്ഥലത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴും അമ്മ പറയുന്നുണ്ട്, നീ കൃപാസനത്തിൽ പോകുന്നില്ല, നീ വിശ്വസിക്കുക, നീ എന്തിനാ വേറെ സ്ഥലത്ത് നീ പോകുന്നത്, മാതാവ് നടത്തി തരും, നീ ഉറപ്പിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും മടിച്ചെങ്കിൽ പോവണ്ട, ജോലിക്ക് പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കാം, പ്രാർത്ഥിക്കാമെന്ന്. തിങ്കളാഴ്ച ഉച്ചയ്ക്കായപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നൊരു മെയിൽ വന്ന്, നിങ്ങൾക്ക് 14-ാം തീയതിക്ക് ടിക്കറ്റ് റെഡിയായി, ഈ 14-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് വൈകുന്നേരം. ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. മാതാവ് ഓരോ വട്ടം തടസ്സം തരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇത് തരാൻ വേണ്ടിയായിരുന്നു. ചിലപ്പോൾ ഞാൻ വേറെ പിന്നെയും ജോലിക്ക് കയറാൻ എനിക്ക് ഈ ടിക്കറ്റ് വരുമ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് ഇത്രയും തടസ്സം തന്നതിനാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു തടസ്സം നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പടി ചിന്തിക്കുന്നതിനേക്കാളും ഉറപ്പായിട്ടും തരാൻ വേണ്ടിയായിരിക്കും. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതും ഇപ്പം എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല, അത്രയും ഉണ്ട്. എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നാലോ ഇല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആർക്കും അസുഖം വന്നാലോ ഞാൻ പറയും, മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾ ഉറപ്പാണ് അതിൽ പൂർണ്ണമാവും. ഞാൻ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഒരു ഓർത്തഡോക്സുകാരിയാണ്. പക്ഷേ എനിക്ക് എന്തായാലും എൻ്റെ വീടിനപ്പുറത്ത് കത്തോലിക്ക പള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോടാണ് കൊച്ചിലെ തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ മുന്നിൽ കരഞ്ഞ അമ്മ മക്കളെ കൈവിടത്തില്ല, എനിക്ക് ഉറപ്പാക്കായിരുന്നു. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തന്നിട്ടേ ഉള്ളൂ. അതാണ് എൻ്റെ സാക്ഷ്യം അതാണ്. കാരണം ഞാൻ എൻ്റെ അവസ്ഥയിൽ നിന്ന് എല്ലാവർക്കും അത്ഭുതമാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. കാരണം ഞാൻ അപ്പോഴും പറയാം, എൻ്റെ കഴിവിനാലല്ല,
ഞാൻ കൃപാസനത്തിൽ പോയി എൻ്റെ അമ്മയെ കണ്ട്. ഞാൻ വേറൊരു പള്ളിയിൽ ഇങ്ങനെ റെഗുലറായിട്ട് പോയിട്ടില്ല, സത്യം. ഞാൻ വേറൊരു പള്ളിയിൽ റെഗുലറായിട്ട് ഇങ്ങനെ പോയിട്ടുമില്ല. എനിക്കിവിടെ എന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്കൊരു വീരുണ്ട് ഓടി ഇങ്ങോട്ട് വരാൻ. ഇവിടെ വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉറപ്പായിട്ടൊരു ഉത്തരം കിട്ടാൻ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുമില്ല. അതാണ് എൻ്റെ സാക്ഷ്യം. ഇവിടെ പുതുക്കിയത്, അതിനകത്ത് ഓരോ തവണ പുതുക്കുമ്പോഴും എനിക്ക് ഓരോ സാക്ഷ്യങ്ങളായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ഉത്തരം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഓരോ തവണ. പുതുക്കി കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്കൊരു ഉത്തരവായിട്ട്, എന്ന് വെച്ചാൽ ഇനി ഈ തടസ്സങ്ങളാണ്, ഞാൻ ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചാലോ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയാലോ എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഡിപ്രഷനിൽ പോയിട്ടുണ്ട്. ഒരു തോൽവി അറിയാത്ത ഒരാൾ തോൽവി അറിയുമ്പോൾ ഭയങ്കരമാണ്, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. എല്ലാവരുടെയും മുന്നിൽ അത് വീട്ടുകാർക്ക് ഒരു അത്ഭുതമായിരുന്നു ഞാൻ ഇങ്ങനെ ആയിപ്പോയതിന്. എല്ലാവരോടും സംസാരിച്ച് നടന്ന ആൾ പെട്ടെന്ന് മിണ്ടാതാവുമായിരുന്നു. എനിക്ക് ആകപ്പാടെ പ്രാർത്ഥിക്കാനുള്ളത് ദൈവത്തിനോട് സംസാരിക്കാനുള്ളത് മാതാവിനോട് മാത്രമേ ഉള്ളായിരുന്നു. അതിന് 8ാമത് തവണ പുതുക്കിയതിന് ശേഷമാണ് ഇപ്പോൾ എനിക്ക് തിങ്കളാഴ്ച ഞാൻ ടിക്കറ്റ് എടുത്ത് പോവുകയാണ്. ഇനിയും എനിക്ക് അവിടെ ചെന്ന് ഒരുപാട് കടമ്പകളുണ്ട്. എൻ്റെ ജീവിതം അവസാനം വരെ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരുണ്യ പ്രവർത്തകളായിട്ട് ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഞാനൊരു NIC നേഴ്സാണ്. കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അപ്പം ഈ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ICUയിൽ കൊണ്ടുവരാറുണ്ട്. അപ്പം അവരുടെയൊക്കെ അമ്മമാരുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാതായിപ്പോവും. അപ്പം വേറെ ഏത് മതമോ എന്തോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ വെച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് മരുന്ന് കൊടുത്താലും ഇത് ആ കുഞ്ഞുങ്ങൾക്ക് അത് നന്നായി തന്നെ വരണം, അവർ എത്രയും വേഗം ഇവിടെ ICU വിട്ട് അവർ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ പാവപ്പെട്ടവർക്ക് എന്നാലാവുന്ന എന്തായാലും എൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ അവരെ തേടി അങ്ങോട്ട് പോയി ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ആഹാരങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പൊതുവിടങ്ങളിൽ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. ആർക്കെങ്കിലും വയ്യാഴികയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലമെല്ലാം ഞാൻ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് എൻ്റെ സാക്ഷി. സ്വഭാവത്തിൽ വന്ന മാറ്റം, ഞാൻ ഏറ്റവും എളിമപ്പെട്ടു. എന്നുവെച്ചാൽ ഞാനെന്ന ഭാവം എനിക്കില്ല, പക്ഷേ എനിക്ക് പഠിത്തത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത്യാവശ്യം ആവറേജായിട്ട് പഠിക്കും, തോൽക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ല, എന്നാലും തോൽക്കില്ല എന്ന്. പക്ഷേ ഇവിടെ തോറ്റപ്പോൾ എനിക്ക് മനസ്സിലായി പഠനത്തെക്കാളും വലിയ നമ്മൾ ഭയങ്കരമായിട്ട് പഠിക്കും. ഇപ്പം പല എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്, നീ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പള്ളിയിലാണല്ലോ പോകുന്നതെന്ന്. ഞാൻ അവരോടൊന്നും പറയാറില്ല, കാരണം എനിക്കറിയാം, എനിക്ക് അനുഭവമുണ്ട്. നമ്മൾ ഇവിടുത്തെ ട്രോളുകളൊക്കെ കാണാറുണ്ട്, നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്, നിങ്ങൾ കൃപാസനത്തിൽ പൊക്കൂടെയെന്ന്. പക്ഷെ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മൾ എത്ര തലകുത്തി നിന്ന് പഠിച്ചാൽ പോലും ചിലപ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ല ഞാനിനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, എനിക്കറിയത്തില്ല. ഞാൻ ആ റീഡിങ് ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. ഒരാൾ പഠിക്കാൻ പറ്റുന്ന അങ്ങേയറ്റം ഞാൻ പഠിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ തോൽക്കുന്നത് എനിക്കറിയത്തില്ല. അതാണ് പറഞ്ഞ ഞാനെന്ന ഭാവം ഒരുപാട് പോയി. എനിക്ക് എന്തെങ്കിലും എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഇപ്പം പ്രാർത്ഥിച്ചതിന് ശേഷം പഠിക്കുക, അതാണ് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ മാതാവ് കൂടെ വേണം, കൂടെ ഉണ്ടാവും. ഇത്രയും അനുഗ്രഹങ്ങൾ എന്ന മാതാവിന്. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. 2019 ആദ്യമായിട്ട് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കൃപാസനം എന്ന പേര് അങ്ങനെ ഒരു ധ്യാനം എന്നത് കണ്ട ഉടനെ തന്നെ ഞാൻ വിചാരിച്ചു, എന്താ ഈ കൃപാസനം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ എന്തോ ഒരു ഹിന്ദു നെയിം പോലെയാണ് ഫസ്റ്റ് എനിക്ക് തോന്നിയത്. ഞാൻ ചെന്നൈയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്താണ് വിട്ടത്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെയും അത് അപ്ലോഡായി കിടക്കുക. അപ്പം ഞാൻ പിന്നെ അത് വീണ്ടും ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ ഇങ്ങനെ ധ്യാനം പറയുന്നത് ഞാൻ കേൾക്കാൻ തുടങ്ങിയപ്പോൾ മാതാവിനെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഞാൻ ജോസഫ് അച്ഛനെ കുറിച്ച് ഞാൻ വിചാരിച്ചത്, അച്ഛൻ ഇതുപോലെ കുറേ അച്ഛന്മാരൊക്കെ ഇതുപോലെ മാതാവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, വെറുതെ ആണെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ചിട്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാതാവിനെയും ഈശോയിനെയും. പക്ഷേ കുറേ പേരിങ്ങനെ മാതാവിനെക്കുറിച്ച് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഓരോ ധ്യാനമൊക്കെ കുറിച്ച് പറയുന്നത് വിചാരിച്ചിട്ട് ഞാൻ അതിനെ സ്കിപ്പ് ചെയ്ത് ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ അറിയാതെ തന്നെ എന്നെ എന്തോ ഒന്ന് സ്പർശിക്കുകയാണ്, അത് വീണ്ടും നോക്കുമെന്ന്. അപ്പം ഞാൻ പിന്നെ ആ അച്ഛൻ്റെ ആ ടോക്കെല്ലാം ഫുള്ളും ഇങ്ങനെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുക. എനിക്ക് ഈ ഉടമ്പടി എന്താണെന്നോ ആ ഉപ്പ്, തേന്, തൈലം ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഉടമ്പടി എന്താ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്ക് മാതാവ് എന്തോ ഒരു സംരക്ഷണം തരുന്നത് പോലെ എനിക്കെന്തോ ഒരു വൈബ്രേറ്റ് ആകുന്നു, വീണ്ടും നോക്കുമെന്ന്. അപ്പോൾ പിന്നെ ഉടമ്പടി എന്താണെന്ന് ഞാൻ നോക്കാൻ തുടങ്ങിയപ്പോൾ ആ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ പാപങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, പാപം ചെയ്തില്ല എങ്കിൽ ഈ 6 നിയോഗങ്ങൾ നടക്കുമെന്ന് അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. എന്താണ് ഈ പാപങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ 14 പാപങ്ങളെന്തോ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ
ഇങ്ങനെ മദ്യപിക്കാൻ പാടില്ല, വ്യഭിചാരം ചെയ്യാൻ പാടില്ല, അസൂയ പാടില്ല, കോപം പാടില്ല, ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പം ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ജീവിച്ചാൽ നമുക്ക് ഈ 6 നിയോഗം, എനിക്ക് ഈ 6 നിയോഗത്തിലോട്ടല്ല കണ്ണ്, ഈ പാപം ചെയ്യാതെ ജീവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ പാപങ്ങളൊക്കെ ചെയ്യാതെ തന്നെ എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്താണെന്ന് ഞാൻ നോക്കാൻ തുടങ്ങി. നോക്കിയിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക ഈ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ, അമ്മയെ പരിശുദ്ധമ്മേ ദൈവം മാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. അമ്മയെ പരിശുദ്ധമ്മേ ദൈവം മാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുക. ഈ പ്രാർത്ഥന ഇതെന്താ പ്രാർത്ഥന, അങ്ങനെ ആലോചിക്കുക ഞാൻ. ഈ 2007 ഇതൊക്കെ ഈ ഡേറ്റൊക്കെ എന്തിനാന്ന് പറഞ്ഞിട്ട്, ശരി എന്തായാലും അച്ഛൻ പറഞ്ഞ പ്രാർത്ഥനയല്ലേ, ഇതിൽ അമ്മ കൊടുത്ത പ്രാർത്ഥനയല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അതിനെ കാണാതെ പഠിക്കാൻ തുടങ്ങി. നമുക്ക് എവിടെയെങ്കിലും പോയാൽ ഈ പേപ്പർ മിസ്സായാൽ നമുക്കത് ചൊല്ലാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അമ്മയോടുള്ള കൂടുതൽ ഇഷ്ടം കാരണം ഈ പ്രാർത്ഥന ഞാൻ കാണാതെ പഠിച്ച് ഫുള്ളും എവിടെ പോയാലും ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും റൂമിൽ പോകുമ്പോഴും വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഈ പ്രാർത്ഥന ചുമ്മാ ചൊല്ലിക്കൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ കൂടുതൽ എനിക്ക് അമ്മയോട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി തീരുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന അങ്ങനെ അറിയാതെ പറയാൻ തുടങ്ങി. ഒരു ദിവസമായപ്പോൾ എനിക്ക് ഒറ്റ ആഗ്രഹമായിരുന്നു, മാധവി എല്ലാവരും ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഇങ്ങനെ ധ്യാനത്തിന് കൂടിയിട്ട് ഇങ്ങനെ സാക്ഷ്യമൊക്കെ പറയുന്നില്ല, എനിക്കും ഒരു ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം എന്ന് വെച്ചാൽ ഇന്നേ വരെ ഞാൻ ജീവിതത്തിൽ സാക്ഷ്യം പറഞ്ഞിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ എനിക്ക് നല്ലതൊക്കെ നടക്കുന്നുണ്ട്, ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി എന്നും പറയുന്ന ആളാണ്. പക്ഷേ എനിക്ക് ഈ അത്ഭുതം ഇങ്ങനെ സാക്ഷ്യം പറയുന്നതൊക്കെ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ മനുഷ്യനെ കൊണ്ട് അസാധ്യം ആയ കാര്യങ്ങളാണ് എനിക്ക് അത്ഭുതം നടക്കേണ്ടതെന്നുള്ള ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു. മനുഷ്യനെല്ലാം സാധിക്കും, പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ മനുഷ്യനെ കൊണ്ട് ചെയ്യുന്നതല്ല, ദൈവത്തിന് സാധ്യമുള്ള കാര്യം എനിക്ക് നടക്കണം, അത് ആത്മീയ കാര്യമാണ്, കൂടുതൽ നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് അച്ഛൻ്റെ ഒരു ദിവസത്തെ ധ്യാനത്തിൽ ഇങ്ങനെ പറയാം, അച്ഛൻ നമുക്ക് വേദനകൾ ഈശോയോടൊപ്പം സഹിക്കുകയാണെങ്കിൽ നമുക്കും രക്തസാക്ഷികളായിട്ട് മാറാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ എനിക്ക് ശരീരത്തിൽ എന്ത് വേദന വന്നാലും ഞാൻ പെട്ടെന്ന് അത് പ്രതികരിക്കാത്ത ആളാണ്. മാക്സിമം ഞാനത് ഒരുപാട് സഹിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഓർത്ത് വേദനയൊക്കെ വന്നാൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റും, ശരീരത്തിലുള്ള വേദനയല്ലേ സാരമില്ല. അപ്പം മനസ്സിലുള്ള വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ജപമാലയൊക്കെ കഴിഞ്ഞ് രാത്രി എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വേദന വയറ്റിൽ വേദന വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചേട്ടനോട് പറയാം, ചേട്ടാ എനിക്ക് ഒരു വയറുവേദന. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഗ്യാസ്ട്രിക് ആയിരിക്കുമോ വേറെ എന്തെങ്കിലും വേദന ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് സാരാക്കിയില്ല. പിന്നെ കഴിയും തോറും കൂടുക വേദന കൂടി വന്ന് ഒരുപാട് വേദനയായി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കരയാൻ തുടങ്ങി. പിന്നെ ചേട്ടനോട് പറയാം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ, വേദന കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ശരി വന്നാൽ നമുക്ക് അടുത്ത ഹോസ്പിറ്റലിൽ പോയി നോക്കാമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറയും എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിച്ചോ, ഫുഡിൻ്റെ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റുന്നില്ല ഡോക്ടറെ, എനിക്ക് ഇന്ന് ഡോക്ടറെ അറിയാനുള്ള ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പെയിൻ കില്ലറിൻ്റെ ടാബ്ലറ്റ് ഇഞ്ചക്ഷൻ എല്ലാം ചെയ്ത് നോക്കി, കുറച്ച് നേരം കിടത്തി നോക്കി, എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഞാൻ ഡോക്ടർ പറയാം ഇല്ല, ഞാൻ ഒരു മെഡിക്കൽ കോളേജിൽ എഴുതി തരാം. ചെന്നൈയിൽ രാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് എഴുതി തന്നു. രാത്രി 10:30-11 മണി ഇരിക്കും. ഉടനെ പറഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാകും. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് അങ്ങനെ പോവുക. ഭയങ്കര മഴ. ആശുപത്രിയിൽ പോയി ചെന്ന് ഇറങ്ങിയ ഉടനെ ഡോക്ടറൊക്കെ പറയുക എന്ത് വേദന എന്നറിയില്ല, പെട്ടെന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കേന്ന്. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ പറയുക നിങ്ങൾ 3ാമത് കൺസീവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്നുവെച്ചാൽ ഞാൻ 2 മക്കളൂടെ നിർത്തുമെന്ന് വിചാരിച്ച ആളാണ്. 3ാമതൊരു ദൈവം തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം, ഈ വേദനയിൽ സന്തോഷിക്കുകയാണ് ഞാൻ. അപ്പോൾ വേദനയിൽ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയാം വേദന ഉണ്ടോ എന്ന് പറഞ്ഞു. നമ്മൾ ഒരുപാട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഇനിയും ഒരു സ്കാൻ കൂടെ ചെയ്ത് നോക്കിയപ്പോഴും അവർ പറയുന്ന ഓവറി തിരിഞ്ഞിരിക്കുക, ഓവറി ടോർഷൻ എന്നാണ് പറഞ്ഞത്. എനിക്ക് ഈ ടോർഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അവർ പറയാം ഓവറി ടോർഷൻ എന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഇരിക്കുക, ഓവറിയിൽ ഇങ്ങനെ ട്വിസ്റ്റായി നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ പോകാത്തത് കാരണമാണ് ഇത്രയ്ക്കും വേദന എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് കുഞ്ഞിനെയും നോക്കണം, ഈ ടോർഷൻ എങ്ങനെയാണ്. അപ്പോൾ അവർ പറയാ അബോർഷൻ ചെയ്യാതെ പറ്റത്തില്ല, ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്താലേ ഈ ഓവറി ശരിയാക്കാൻ പറ്റത്തുള്ളൂ, ഓപ്പറേഷൻ ചെയ്തെന്ന്. അപ്പോൾ ഞാൻ മാതാവിനെ നിലവിളിച്ച് കരയുക. ഞാൻ പറഞ്ഞു, അമ്മേ, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമല്ലേ, 2 കുഞ്ഞുങ്ങളെ തന്നു, സന്തോഷമായി. 2 കുഞ്ഞുങ്ങളെയും മാതാവിനോട് നേർന്ന് കിട്ടിയ മക്കളാണ്. 3-ാമതിനെ അമ്മ സമ്മാനമായി തന്നു. എന്നിട്ട് ഇവർക്ക് എന്താ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ്റെ കാര്യത്തിൽ അബോർഷൻ ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിലവിളിച്ച് കരയും. അവിടെ വേദനയുടെ കരച്ചിലാണോ ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണ കരച്ചിലാണെന്ന് നോക്കിയാൽ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ പോണ കരച്ചിലാണ് എനിക്ക് കൂടുതലായത്. അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു, മാധവേ, ഞാൻ ഒരു അത്ഭുതം ചെയ്യാൻ പറഞ്ഞു, പക്ഷേ വേദനയാണ് കൂടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് എനിക്കൊരു ബോധ്യമുണ്ടായി, അമ്മ എന്തോ ഒരു വലിയ അത്ഭുതം ചെയ്യാനാണ് എനിക്ക് ഈ വേദന തന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അങ്ങനെ ഇടപെടാതെ ചൊല്ലാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാം, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ മോൾക്കും എന്തെങ്കിലും മരണം സംഭവിക്കുമെന്നാണ് പറഞ്ഞ്. ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ബോഡി ഫുൾ നിലച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചേട്ടനോട് സൈൻ ചോദിച്ചു, സൈൻ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, എനിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ ഡോക്ടറെ എന്ന് പറയുക. ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിനെ ഒന്നും ചെയ്തില്ലെങ്കിൽ നിനക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ മാധവനോട് നിലവിളിച്ച് കരഞ്ഞ് ഡോക്ടർ പറഞ്ഞു, രാവിലെ 8 മണിക്ക് നിനക്ക് സഹിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാൻ സഹിക്കാം. മമ്മിയും പപ്പയൊക്കെ നാട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് വരാൻ വേണ്ടിയിട്ട് 1 ദിവസം രാത്രി കയറിയാൻ രാവിലെ തന്നെ വരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ, മമ്മിയും പപ്പയും വന്നതിന് ശേഷം വെയിറ്റ് ചെയ്യുമോ ഡോക്ടറെ, മോക്ക് ഈ വേദന സഹിക്കാൻ പറ്റുമോ? എത്ര ദൂരം വരെ ഈ പെയിൻ കില്ലർ നീ സഹിക്കും? ഞാൻ പറഞ്ഞു, ഞാൻ സഹിച്ചോളാം, ഞാൻ വെയിറ്റ് ചെയ്യാം ഡോക്ടറെ എന്ന് പറഞ്ഞു. രാവിലെ 8 മണിക്കില്ല 7 മണിക്ക് മമ്മിയൊക്കെ എത്തി. ഡോക്ടർ ICUയിൽ കൊണ്ടുപോവുക, എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് എന്നെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ ടൂൾസൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഒരു ഡോക്ടർ എന്നെ കണ്ടിട്ട് പറയുക, ഒരു സ്കാൻ കൂടെ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് വാട്ട് എ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അലറിക്കൊണ്ട് വരും എൻ്റെ അടുത്ത്. എന്നിട്ട് എന്നെ നോക്കിയിട്ട് പറയുക, മോളെ, ഈ കുഞ്ഞ് നേരെയായി, ഈ ടോർഷൻ നേരെയായി, ഓവറി നേരെയായിരിക്കുന്നു, കുഞ്ഞിനൊന്നുമില്ല, കുഞ്ഞ് നോർമലായിട്ടിരിക്കുക, ഞങ്ങൾക്കിത് പറ്റുന്നില്ല വിശ്വസിക്കാൻ വേണ്ടി എന്ന് പറയുക ആ ഡോക്ടർ. ഞാൻ പെട്ടെന്ന് അവരെ നോക്കി ചിരിക്കുന്നില്ല, സ്വർഗത്തിൽ ഇങ്ങനെ കണ്ണുകളുയർത്തി, പരിശുദ്ധ അമ്മേ, ഇത്രയും വലിയ അത്ഭുതം ചെയ്തതിന് ഞാൻ കൂടി നന്ദി പറയുന്നെന്ന് പറഞ്ഞിട്ട് വിശ്വാസ പ്രമാണവും ഈ ജപമാല ഇങ്ങനെ ചൊല്ലി എൻ്റെ അമ്മയോട് നോക്കി ഞാൻ പുഞ്ചിരിച്ച് ഞാൻ കരഞ്ഞ് സാക്ഷ്യം പറയും അവിടെ ഇരുന്നിട്ട്. എന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് വിശ്വാസമാണ് അമ്മയാണ് ഇത് ചെയ്തത്, അമ്മയും ഈശോയോ എനിക്ക് ഈ കുഞ്ഞിനെ തിരിച്ച് തന്നെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സിനും ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയതിന് ശേഷം ഡോക്ടർ പറയുക, കുറേ പെയിൻ കില്ലറും ടാബ്ലറ്റൊക്കെ തന്നത് കാരണം മോന് എന്തെങ്കിലും ആകും, കൈക്കാലോ അല്ലെങ്കിൽ മൂളയ്ക്ക് എന്തെങ്കിലും ആകുമെന്ന് പറഞ്ഞിട്ട് തമിഴിലാണ് പറഞ്ഞ്. അപ്പോൾ ഇന്ന് വരെ മോന് ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള 3 മക്കൾ ദൈവം തന്നതിന് കൂടി നന്ദി പറയുക. മനുഷ്യർക്ക് അസാധ്യം അത് ദൈവത്തിന് സാധ്യമാണെന്ന് ലൂക്ക 18:27 പറഞ്ഞത് ആ കാര്യം ദൈവം എനിക്ക് സാധിച്ചു തന്നു. അങ്ങനെ ഇടയ്ക്ക് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ജപമാല ചൊല്ലലും പ്രാർത്ഥനയും വീട്ടിലൊക്കെ നടന്നുകൊണ്ട് പോയപ്പം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡൗണായി. പ്രാർത്ഥനയിൽ ഡൗൺ ആയതല്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ചേട്ടന് ചിലപ്പോൾ ഡൗൺ ആവും. ചേട്ടൻ പറയും, മാതാവ് മാത്രം മതിയോ നിനക്ക്, എപ്പോഴും ജപമാല ചൊല്ലിയാൽ മാത്രം മതിയോ? ബൈബിൾ വായിക്കും, ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും, ഇതിന് നീ ചുമ്മാ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ വേറെ എന്താ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ പറയുക, ഇതൊക്കെ നിർത്തി വെച്ച് നോക്കൂ, ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാമെന്ന്. അങ്ങനെ കുറച്ച് നാൾ ചേട്ടൻ പ്രാർത്ഥനയ്ക്കൊന്നും വരത്തില്ല, നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ ചൊല്ലിക്കോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്കൊന്നും എഴുന്നേൽക്കത്തില്ല, അഞ്ചരയ്ക്കൊന്നും എഴുന്നേൽക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൊറോണ ഒന്നും വരത്തില്ല എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് തന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൊറോണ വന്നപ്പോൾ എല്ലാവരും കൊറോണയിൽ ഇങ്ങനെ കോവിഡ് കാരണം മരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമ്മളെവിടെ പോകും? എനിക്ക് ഈ പാതാളത്തിലും ശുദ്ധീകരണ സ്ഥലത്തൊന്നും പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ഈശോയെ, എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് ഈശോയുടെ ഒപ്പം കൊണ്ടുപോകാൻ എന്നെ വഴി നടത്തണമെന്ന് ഞാൻ ഒരുപാട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യം, എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കും. ഈ അത്ഭുതമൊക്കെ നടന്നപ്പോൾ കുറേ പേർക്ക് സാക്ഷിയൊക്കെ പറഞ്ഞപ്പോൾ, ഓ, നിങ്ങൾക്ക് മാത്രമാണോ മാതാവ് ഉള്ളത്, ഞങ്ങൾക്കൊന്നുമില്ലേ,
ഞങ്ങൾക്ക് ഒന്നും അത്ഭുതം നടക്കത്തില്ല, ഞങ്ങൾക്ക് മാത്രമാണോ നടക്കുന്നതൊക്കെ കുറേ പേര് അസൂയ കൊണ്ട് ഞങ്ങൾക്ക് ആരും ചിലർ സംസാരിക്കാണ്ട് പോയിട്ടുണ്ട്, ചിലർ കുടുംബത്തിലുള്ളവരൊക്കെ മാറിപ്പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്ത് തന്നെ വന്നാലും ഞാൻ ഈശോയിനെ മാതാവിനെ വിടത്തില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോ പറഞ്ഞിട്ടില്ലേ, എന്നെ കഷ്ടപ്പെടുത്തിയവർ എന്ന് വെച്ചാൽ തമിഴിൽ പറയും, എന്നെ തുൻപുറുത്തിനവർ ഉങ്ങളെയും തുൻപുറുത്തുവാർ എന്ന് ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനൊക്കെ എപ്പോഴും പറയും. അത് ആ ബൈബിൾ വചനം എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും. ഈശോയിനെ കഷ്ടപ്പെടുത്തിയതുപോലെ നമ്മളെയും കുറേ പേര് കഷ്ടപ്പെടുത്തും, എന്നാലും നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കിയാലും നമ്മൾ ഈശോയിനെയും മാതാവിനെയും വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് മുറുകെ പിടിച്ച് ജപമാലയും പ്രാർത്ഥനയും ദിവ്യബലിയും ഒരു ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രാർത്ഥന ചെയ്യണോ അതൊക്കെ എല്ലാം ഇരുന്ന് മുറുകെ പിടിച്ച് ചെയ്യുന്നു. ഇന്ന് കുടുംബത്തിൽ കുറേ കഷ്ണങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ദൈവം ഞങ്ങൾക്കൊരു ഈശോയുടെ ഒരു സമാധാനം ഞങ്ങൾക്ക് കിട്ടി. മാതാവിൻ്റെ ഒരു വലിയ സ്നേഹം ഞങ്ങൾക്ക്, ഈശോയുടെ സ്നേഹം അങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ വരുക, ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയണമെന്ന് ഓർത്തല്ല വന്നത്. പെട്ടെന്ന് ഞങ്ങളെ മാതാവ് കയറ്റി അയച്ചതാണ്. പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ തോന്നി. മോളും മക്കളൊക്കെ പറയാം 10 ദിവസം ലീവല്ലേ, കോട്ടകളി ലീവല്ലേ, കൃപാസനത്തിൽ പോയിട്ട് വരാമോ അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞു, ആ ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് ചേട്ടൻ പറയുന്ന ആളല്ല, കൃപാസനമൊക്കെ പെട്ടെന്ന് പറയുന്ന ആളല്ല ചേട്ടനെ കൊണ്ട് പറയിപ്പിച്ച്. അതിന് 2 ദിവസം മുമ്പിൽ തന്നെ ഞാൻ പറയുക, മാതാവേ കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അമ്മ ഇതിൽ ഒരു വലിയ അത്ഭുതം ചെയ്യണം, ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, ചേട്ടൻ്റെ ഭാഗമുണ്ടോ മക്കളുടെ ഭാഗമുണ്ടോ പറയണമെന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നു. അതേപോലെ തന്നെ ചേട്ടൻ തന്നെ പറയുക, ശരി പോയിട്ട് വരാം. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാൽ ഇവിടെ 3 ദിവസമായിട്ട് ഇവിടെ നിൽക്കുക. സാക്ഷ്യം പറയണമെന്നുള്ള ഒറ്റ ചിന്ത ഒന്നുമില്ല. സാക്ഷി ഇങ്ങനെ വരുന്നവരടുത്തും പോകുന്നവരടുത്തും പറയുന്നതല്ലാണ്ട് ഇങ്ങനെ മയക്ക് പിടിച്ച് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇപ്പം മാതാവിനോട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ സാക്ഷ്യം കാണുമ്പോൾ ചേട്ടനോട് പറയുക, നമ്മൾ ഇതുവരെ 2019 എടുത്തതാണ് ഉടമ്പടി ഞാനത് ഓൺലൈനിൽ എടുത്തതാണ്. നിയോഗം ഒന്നും വച്ചിട്ടില്ലായിരുന്നു, ഒറ്റ നിയോഗം മാത്രമേ ഉള്ളായിരുന്നു, എൻ്റെ ജീവിത അവസാനം വരെ മാതാവും ഈശോയും കൂടെ ഉണ്ടാവണം. ഈ ഒറ്റ നിയോഗം മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു. അതേപോലെ ഇന്ന് വരെ ഈശോയും മാതാവും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു സാക്ഷ്യത്തിന് അടയാളമായിട്ടാണ് മോൻ്റെ കാര്യവും ഞങ്ങളുടെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വേറെ ഒരു കാര്യവും ഞാൻ ചോദിച്ചിട്ടില്ല. ജോലിയുടെ കാര്യമോ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ വേറെ എന്തും രോഗത്തിൻ്റെ കാര്യമോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ആത്മീയ രക്ഷയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതേപോലെ ഈ കൃപാസന ഇവിടെ വേദിയിൽ അച്ഛൻ പറയുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഇത് ലോകത്തിൻ്റെ ഈ ലോക അവസാനത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് ഓരോ സാക്ഷ്യങ്ങളും. ഇത് ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന ഒരു വഴിയായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഇത് വെറുതെ ഒരു കൃപാസനമല്ല, ഈ അവസാന ലോകത്തിൻ്റെ കാലത്തിൻ്റെ അടയാളം, അവസാനത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ഒരു ഇതാണ് ദൈവം അനുവദിച്ച് ഇറക്കിയതാണ്. എന്ന് വെച്ചാൽ ഒരിടത്തും ഇതുപോലത്തെ ഒരു ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരിതും ഞാൻ കണ്ടിട്ടില്ല. കുറേ ഇടത്തിലും മാതാവ് പ്രത്യക്ഷപ്പെട്ട് മെസ്സേജ് സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഓരോരുത്തരും എന്നുവെച്ചാൽ ജ്ഞാനസ്നാനം എടുക്കേണ്ട, കുർബാന ഒന്നുമില്ല, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും പെട്ടെന്ന് വന്ന് തന്നെ ഇവിടെ ഉടമ്പടി എന്ന് വെച്ചാൽ നമ്മൾ പാപങ്ങളൊന്നും ചെയ്യാണ്ടിരുന്ന ദൈവം ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹിക്കുന്നത്. എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടും. മാതാവിനെയൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട ആളാണ്. മാതാവ് കുറേ മെസ്സേജൊക്കെ തന്നിട്ടുണ്ട്, കുറേ വചനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും മാതാവിനെ ഒത്തിരി സ്നേഹിക്കുന്നത് കാരണമല്ല, ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മാതാവിൻ്റെ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മാതാവ് കൊണ്ടുവരാതെ ഇവിടെ ആരും ഈ കൃപാസനത്തിൻ്റെ അവിടുത്തെ കാല് കുത്താൻ പറ്റത്തില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക. ഇത്രയും ചെയ്ത് മാതാവിനും ഈശോയ്ക്കും കൂടി നന്ദി പറയും. പിന്നെ കാരുണ്യ പ്രവൃത്തി എനിക്ക് പറയാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കയ്യിൽ കാശ് കിട്ടിയാൽ കാശ് എൻ്റെ കയ്യിലിരിക്കത്തില്ല, എനിക്ക് ആർക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ പറ്റത്തില്ല. അങ്ങനത്തെ ആളാണ്. ചേട്ടനോട് കുറേ വഴക്ക് മേടിച്ചിട്ടുള്ള ആളാണ്. പൈസയൊക്കെ നീ എങ്ങനെ കൊണ്ട് തീർക്കുന്നത് അറിയില്ല. എന്നുവെച്ചാൽ എനിക്കുണ്ടോ ഇതൊന്നും നോക്കത്തില്ല, പേഴ്സിൽ പൈസ ഇരിക്കത്തില്ല, കിട്ടുകയാണെങ്കിൽ അതിനങ്ങനെ തീർക്കും. എൻ്റെ മോളും എല്ലാവരും പറയും, അമ്മയുടെ കയ്യിൽ കാശ് തന്നാൽ പിന്നെ തീർക്കും, ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുക. കാണുന്നവരെയൊക്കെ ഞാൻ കുറച്ച് വയസ്സായ അമ്മച്ചിമാരെ കണ്ടാൽ പിന്നെ മാതാവിനായിട്ടാണ് കാണുന്നത്, വയസ്സായ അപ്പച്ചന്മാരെ കണ്ടാൽ എനിക്ക് ഈശോയായിട്ടാണ് കാണുന്നത്, സഹോദരങ്ങളെ കാണുമ്പോൾ യേശു 33 വയസ്സിൽ കുരിശ് ചുമന്ന അതുപോലെ എനിക്ക് കാണുന്നത്. വഴിയിൽ ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ ഓരോ അപ്പച്ചന്മാരും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാരണം അവരെ കാണാൻ സഹിക്കാൻ പറ്റുന്നില്ല. ഈശോ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, ലോകത്തിന് വേണ്ടിയൊക്കെ എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും. ഈശോയുടെ ചെറിയ വേദന പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈശോയെ ഇവിടെ കിടക്കുന്നവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം, അവരെയൊക്കെ മദർ തെരേസയെ പോലെയൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ
എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വരും. അമ്മയുടെ കരങ്ങളിൽ ഈ അപ്പച്ചനെ അമ്മച്ചി ഞാൻ സമർപ്പിച്ചിട്ട് വരുക. അങ്ങനെ പറഞ്ഞിട്ട് പോയി പള്ളിയിലിരുന്ന് ആരാധന ചാപ്പിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും. അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും അവർക്ക് സൗഖ്യം കൊടുക്കണമെന്നൊക്കെ. ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട് അമ്മ. മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 6-7 വർഷമായിട്ട് മക്കളില്ലാത്ത ഒരു ചേച്ചി, അവർക്ക് ഇപ്പോൾ 3 മാസമായി പ്രഗ്നൻ്റായിട്ട്. മാതാവിനെയൊക്കെ ഞാൻ ഈ പത്രമൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പറയാൻ പോയാൽ നിർത്താൻ പറ്റത്തില്ല, അത്രയ്ക്ക് വലിയ സാക്ഷ്യങ്ങളാണ്. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഇങ്ങനെ കൊടുക്കും, എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. പിന്നെ കുമ്പസാരിക്കും. ആഴ്ചയിൽ മുടങ്ങാതെ ഞായറാഴ്ച ബലിയൊക്കെ കാണും, ദിവ്യബലി. ദിവസവും ദിവ്യബലി കാണും. ഞായറാഴ്ചയൊക്കെ 2-3 ദിവ്യബലിയൊക്കെ കാണും. പിന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്, എവിടെ പോയാലും ഒരുമിച്ചാണ് പോകുന്നത്. എല്ലാത്തിനും ഈശോ ഇത്രയും ദൂരം വഴി നടത്തി ഞങ്ങളുടെ കുടുംബത്തിനെ ഓർത്ത് ഈശോയ്ക്ക് അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും വരുന്ന മക്കളെയും ഇതുപോലെ സാക്ഷികളായിട്ട് മാറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ഡെയ്സി, ഇതെൻ്റെ ഭർത്താവ് ജോയി. തൃശ്ശൂർ ജില്ലയിലെ കൂഴൂരിടയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. 25/9/2019 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ 1ാമത്തെ പുതുക്കലിന് ശേഷം കൊറോണ പടർന്നു പിടിക്കുകയും എനിക്ക് പിന്നീട് ഇവിടേക്ക് വരാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ 2020 മാർച്ചിൽ ആൾക്ക് അതിശക്തമായൊരു പനി വരികയും അതേ തുടർന്ന് ഫിക്സ് ഉണ്ടാവുകയും ചെയ്തു. ആളുടെ നില വളരെ ക്രിട്ടിക്കലായിരുന്നു. ആളെ ഉടനെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർ പറഞ്ഞു ആൾക്ക് മെനിഞ്ചൈറ്റിസ് എന്ന ഒരു അസുഖമാണ്. ആൾ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. മക്കളെല്ലാം അടുത്തില്ലേ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ കരച്ചിലായി. ഐസിൻ്റെ മുമ്പിലിരുന്ന് എനിക്ക് ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ഐസിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, മോളെ ഞങ്ങളൊക്കെ ഇതേ അവസ്ഥയിൽ വന്നതാ. മോള് അവന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യ്, പരാതിയൊന്നും പറയരുത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുതൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഉണർവ് ലഭിച്ചു. ഞാൻ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അന്നൊക്കെ ഉടമ്പടിയിലായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഈ കൃപാസനത്തിൽ വന്ന് എത്രയോ മക്കൾ യോഗ്യതയോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെയൊക്കെ യോഗ്യതകളാൽ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറ്റി എനിക്ക് തിരിച്ചു തരണേന്നും പ്രാർത്ഥിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ കുടുംബത്തിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ടുള്ളവർ ഒരേ സമയം ഫോൺ ചെയ്ത് 33 പ്രത്യക്ഷീകരണ പ്രാർത്ഥന പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. കൊറോണ ആയതുകൊണ്ട് എനിക്ക് ഐസിയുൽ കയറിയ ആളെ ഒന്ന് കാണുവാനോ ആളുടെ അവസ്ഥ എന്തെന്നറിയാനോ എനിക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഉടനെ ഒരുപാട് വൈകാതെ ഡോക്ടർ പറഞ്ഞു, വെൻറ്റിലേറ്ററിൽ നിന്നൊന്ന് മാറ്റി നോക്കാം, കുഴപ്പമൊന്നുമില്ലെങ്കിൽ താഴെ കൊണ്ടുപോയി MRI എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വെൻറ്റിലേറ്ററിൽ മാറ്റി, ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ കൂടെ ലിഫ്റ്റിൽ താഴേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം ആളുടെ നെറ്റിയിൽ 3 പ്രാവശ്യം കുരിശ് വരച്ച്, നെഞ്ചിൽ കുരിശ് വരച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്നായും 7 നന്മ നിറഞ്ഞോറിയും ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിന് കാഴ്ചവെച്ചു. എന്നിട്ട് പറഞ്ഞു, മാതാവേ അമ്മേ, ഇവിടെ എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ അമ്മയുടെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എൻ്റെ അമ്മച്ചി ഒരു പ്രാർത്ഥനക്കാരിയാണ്. അമ്മച്ചി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് നിൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടും, എന്നാൽ അവന് ഒരു ആളായിട്ടിരിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്ക് ഞങ്ങളുടെ അവതാരത്തിൽ കഴിയുന്ന ഒരു ഭർത്താവിനെ അല്ല എനിക്ക് വേണ്ടത്, ഞങ്ങളെ പണിയെടുത്ത് പോറ്റുന്ന ഒരു ഭർത്താവായി തിരിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മെനിഞ്ചൈറ്റിസ് വന്ന ആൾക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആളുടെ മരണം അല്ലെങ്കിൽ ആളുടെ അബോധാവസ്ഥ. എന്നാൽ മാതാവിൻ്റെ കാശുരൂപം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്നിതാ ആൾ ഓടി നടന്ന് പണിയെടുത്ത് ഞങ്ങളെ പോറ്റുന്ന ഒരാളായി സന്തോഷപൂർവ്വം ജീവിക്കുന്നു. എൻ്റെ ഭർത്താവ്
ചെറുപ്പകാലത്ത് മുകളിൽ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ ചെവിയിൽ ഒരു തീപ്പൊരി പാറിപ്പോയി. അതിനുശേഷം ആളുടെ ചെവിയുടെ പാടൽ പൊട്ടിപ്പോയി. അപ്പോൾ അന്നൊക്കെ ഒരു ചികിത്സയൊക്കെ നടത്തി അത് മാറി. അതിനുശേഷം പിന്നീട് ആളുടെ ചെവിയിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. അത് ചെറിയ ഹോസ്പിറ്റലിലൊക്കെ പോയി ചികിത്സിച്ചു. അതൊക്കെ ആദ്യമൊക്കെ മരുന്നൊഴിച്ച് മാറുമായിരുന്നു. പിന്നെ അത് ശ്രദ്ധിക്കാതെയായി, ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതെയായി. അങ്ങനെ ഇരിക്കെ മെനിഞ്ചൈറ്റിസ് വരുന്ന സമയത്ത് ആളുടെ ചെവിയിൽ നിന്ന് കുറുകുറാന്ന് ചലം വന്നുകൊണ്ടേയിരുന്നു. ആർക്കും തടുക്കാൻ പറ്റാത്ത വിധം ചലം വന്നുകൊണ്ടേയിരുന്നു. MRI എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ആളുടെ ചെവിയുടെ ബാക്ക് വശം കണ്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പഴുപ്പ് രൂപപ്പെട്ടിട്ടുണ്ടെന്നും ആ പഴുപ്പ് ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആളുടെ ചെവിയിലെ പഴുപ്പ് പൂർണ്ണമായും ഭേദമായി. ഓപ്പറേഷൻ കൂടാതെ അത് സുഖപ്പെടുകയും ചെയ്തു. എൻ്റെ ഭർത്താവ് ചെറുപ്പം മുതലേ സിഗരറ്റ് വലിക്കുന്നതാണ്. എൻ്റെ കല്യാണത്തിനൊക്കെ ആൾ സിഗരറ്റ് വലിക്കും. ഭാവിയിൽ അത് കൂടി വരുന്നതല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒരു നിയോഗം ആളുടെ സിഗരറ്റ് വലി മാറ്റിത്തരണേ അമ്മേ എന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം വീട്ടിൽ ചെന്ന് അമ്മയുടെ വിശുദ്ധ തൈലം ആളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഓരോ തുള്ളി വീതം ആളുടെ നാവിൽ ഒഴിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഈ മെനിഞ്ചൈറ്റിസ് വന്ന് ഒരുപാട് കുറച്ച് നാൾ കൂടി ആൾ സിഗരറ്റ് വലിച്ചു. അതിനുശേഷം ഒരു ദിവസം ആൾ പറഞ്ഞു ഇനി മുതൽ ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ന് വരെ ആൾ സിഗരറ്റ് വലിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു 5 വർഷമായിട്ടുണ്ട് ആൾ സിഗരറ്റ് വലിച്ചിട്ട്. എൻ്റെ ജീവിതത്തിൽ മാതാവ് നിരവധിയായ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ അമ്മയെ സ്വപ്നം കാണുകയോ ദർശനത്തിലൂടെ കാണുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാൽ മാതാവിൻ്റെയും ഈശോയുടെയും സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസവും ബോധ്യവും എനിക്ക് ലഭിച്ചിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമല്ലോ എന്ന് ചിന്തിച്ചൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ വന്നു. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് സ്റ്റോളിൽ നിന്ന് വാങ്ങിയ ഈ കൊന്ത ദേഹത്തോട് ചേർത്ത് വെച്ച് മാതാവിൻ്റെ കൊന്ത ചൊല്ലി ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ച സ്കൂളാണ് കാണുന്നത്. സ്കൂളിൻ്റെ അടുത്ത് ഒരു കപ്പേളി ഉണ്ടായിരുന്നു. കപ്പേളിയിൽ അന്തോണീസ് പുണ്യാളനും ഉണ്ണീശോയും നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. സൈഡ് വശമാണ് ഞാൻ നിൽക്കുന്നത്. ആ നേരത്ത് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നേരത്ത് ആ മുഖവും ഉണ്ണീശോയുടെ മുഖവും മാഞ്ഞു പോയിട്ട് മാതാവിൻ്റെ ജീവനുള്ള മുഖം എൻ്റെ കൺമുന്നിലേക്ക് വന്നു. ഞാൻ ആ അമ്മയെ ജീവനോടെ കണ്ടു. മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുന്ദരിയായൊരു അമ്മയുടെ മുഖം ഞാൻ കാണാൻ എനിക്ക് ഇടവന്നു. അത് ഞാൻ എൻ്റെ മകളോടും ഭർത്താവിനോടും ഞാൻ പറഞ്ഞില്ല. ഇവിടെ വെച്ചാണ് ആദ്യമായി ഞാൻ പറയുന്നത്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കുമായിരുന്നു. സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ഇന്ന ആളുകളൊന്നുമില്ല, എല്ലാവർക്കും ഞാൻ പത്രം കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോറും പൊതികളൊക്കെ കെട്ടി ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ ഭിക്ഷക്കാരായിരിക്കുന്നവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വന്ന് യാചിക്കുന്ന കൈ നീട്ടുന്ന ആരെയും ഞാൻ ഉപേക്ഷിക്കാറില്ല. എന്നാൽ ആയത് ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളവർ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ അവർക്ക് തിരിച്ചു തരാൻ എനിക്ക് തിരിച്ചു തരാൻ കഴിയില്ല എന്ന് തോന്നുന്നവർക്ക് 500, 1000 ഒക്കെ ഞാൻ കൊടുക്കും. അതൊന്നും ഞാൻ തിരിച്ചു വാങ്ങാറില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് 2 പ്രാവശ്യം സാക്ഷ്യം പറയാൻ വന്നു. പക്ഷേ മാതാവ് എന്നെ അതിനെ അനുവദിച്ചില്ല. കാരണം ഞാൻ അപ്പോഴും ശരിയായ ഉടമ്പടിയിലായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഇവിടെ അച്ഛൻ്റെ ധ്യാനം സ്ഥിരമായി കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യും. അതുപോലെ എൻ്റെ
വചനം വായിക്കും. വചനം വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വചനത്തിലൂടെ ഈശോ എന്നോട് സംസാരിക്കുന്നതെന്ന് തോന്നാറുണ്ട്. കാരണം അന്നേ ദിവസം ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എൻ്റെ പോരായ്മകൾ എന്താണെന്നും എനിക്ക് ആ വചനത്തിലൂടെ മനസ്സിലാക്കി തരാറുണ്ട്. അതുപോലെ പ്രവർത്തിക്കാൻ ഞാൻ പരിശ്രമിക്കാറുമുണ്ട്. ഞാൻ രണ്ടാഴ്ച കൂടെ ഇപ്പോൾ കുമ്പസാരിക്കാറുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു. ഇവിടെ വന്ന് ഇന്ന് മാതാവിൻ്റെ ജന്മത്തിരുന്നാളായ ഇന്ന് തന്നെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിച്ചതിന് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ലൂക്കാ 1:54. ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുന്നതിന് അനുവദിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷീബ. ഞാൻ കൊച്ചി രൂപതയിൽ കുമ്പളങ്ങി സെൻറ്റ് ജോർജ് ഇടവക അംഗമാണ്. ഞാൻ 2018 ആദ്യമായി ഉടമ്പടി എടുത്തിട്ടുള്ളത്. ഞാൻ 2022 ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. കഴിഞ്ഞ 3 വർഷത്തെ ഉടമ്പടി ജീവിതത്തിൽ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2022 വരെ ഡെപ്യൂട്ടേഷനിൽ എറണാകുളത്താണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ എൻ്റെ പേരൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പുനലൂരിലായിരുന്നു. എൻ്റെ റിട്ടയർമെൻറ്റ് അടുത്തതുകൊണ്ട് എനിക്ക് തിരിച്ച് പുനലൂരിലേക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ടതായി വന്നു. അപ്പം വളരെയധികം ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ, ഒരു സൂപ്രണ്ട് എന്ന ജോലിയിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായി ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. മാതാവേ, ഈ 2 വർഷം എനിക്കിനി സർവീസുള്ള കാലം നല്ല രീതിയിൽ നല്ല ഉത്തരവാദിത്വത്തോടുകൂടി അവിടെ നിന്ന് ജോലി ചെയ്ത് എൻ്റെ സർവീസ് പൂർത്തിയാക്കാൻ ഉള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഒരു സൂപ്രണ്ടെന്ന നിലയിൽ ഞാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ടേബിളിൽ എപ്പോഴും മാതാവിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലി തുടങ്ങുന്നതിന് മുമ്പ് എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് എൻ്റെ ജോലി തുടങ്ങിയിരുന്നത്. ഓരോ ഫയൽ എടുക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ കൃപാസന ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി എനിക്ക് ചെയ്യാൻ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ 2024 വിജയകരമായി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത്, അത് മാതാവിൻ്റെ ഒരു ബ്ലാക്ക് മാർക്ക് പോലും എൻ്റെ സർവീസിൽ ഉണ്ടാകാതെ എനിക്ക് റിട്ടയർ ചെയ്യാൻ സാധിച്ചു. അതെൻ്റെ മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ അനുഗ്രഹത്തിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ 2022 തിരിച്ച് പുനലൂർ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ 2 ദിവസമൊക്കെയാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ രാത്രിയൊക്കെ യാത്ര ചെയ്ത് വരേണ്ടി വരും, രാവിലെ വെളുപ്പിനെയും യാത്ര ചെയ്തേണ്ടി വരും. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നു. എൻ്റെ ഓരോ കാര്യങ്ങളിലും എൻ്റെ യാത്രയിൽ എപ്പോഴും ഞാൻ മെഡൽ കുത്തിയിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. എന്നെ യാതൊരു ആപത്തും കൂടാതെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കുടുംബജീവിതവും എൻ്റെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ EPF പെൻഷനായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. EPF പെൻഷൻ വളരെ തുച്ഛമായൊരു തുകയായിരുന്നു. അത് റിട്ടയർമെൻ്റ് അടുത്ത് വന്നതോടുകൂടിയാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഈ പെൻഷൻ കൊണ്ട് എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതോടുകൂടി തന്നെ സുപ്രീം കോടതിയുടെ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു EPF ഉയർന്ന പെൻഷന് വേണ്ടി. 2023 സുപ്രീം കോടതിയുടെ വിധി വരികയും ഉയർന്ന പെൻഷൻ അനുവദിക്കുവാൻ ഉത്തരവാകുകയും ചെയ്തു. ഞാൻ മാതാവിനോട് അത് നിയോഗത്തിൽ വെച്ചിരുന്നു. എൻ്റെ റിട്ടയർമെൻ്റ് ആകുമ്പോൾ എനിക്ക് പുതിയ ഹയർ പെൻഷൻ അനുവദിച്ച് കിട്ടണമെന്ന്. എന്നാലും പിന്നീടും അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയാക്കാൻ ഒരുപാട് താമസം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഒക്ടോബർ മാസത്തിൽ ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ നിയോഗം വയ്ക്കുകയും 2024 അഖണ്ഡ ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 2024 ഞാൻ റിട്ടയർ ചെയ്ത് 6 മാസത്തിനുള്ളിൽ എനിക്ക് ഹയർ പെൻഷൻ അനുവദിച്ച് കിട്ടി. ഇപ്പോൾ എനിക്ക് നല്ലൊരു തുകയായിട്ട് പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഇതെനിക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇത്രയും നാൾ നടക്കാതിരുന്ന ഒരു കാര്യം എൻ്റെ റിട്ടയർമെൻ്റ് ആയപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വരികയും അതിനനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാകുകയും ചെയ്തത് മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഒരു EPFൻ്റെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് പ്രകാരം
ഒരു ബാധ്യതയായിട്ട് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ എല്ലാവരും ഒരു തുക അവിടെ കെട്ടിവെക്കണമായിരുന്നു. അതിന് റിട്ടയർ ചെയ്ത് എല്ലാവരും പോകുമ്പോൾ ആ പൈസ നല്ലൊരു തുക അവിടെ അടച്ചു വെച്ചിട്ടായിരുന്നു സർവീസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരുന്നത്. അപ്പം ഞാനത് മാതാവിനോട് ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാൻ മാതാവ് അത് നടത്തിത്തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ റിട്ടയർമെൻറ്റ് അടുത്തിട്ടും ഒന്നും തീരുമാനമാകാത്തത് കൊണ്ട് 2024 ഞാൻ ഇതുപോലെ അഖണ്ഡ ജപമാലയിൽ അതും നിയോഗം വെച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് ഒരു കത്ത് പോവുകയും അതിന് മറുപടി ഉടനെ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്തു. എന്നാൽ 2024 ഞാൻ നവംബറിൽ റിട്ടയർ ചെയ്തപ്പം അതിനൊരു തീരുമാനം ഉണ്ടായില്ല. അപ്പം ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിതിലൊരു തീരുമാനമെടുക്കണം. ഞാൻ ഈ പൈസ അടച്ചിട്ട് എൻ്റെ ഗ്രാറ്റുവിറ്റി വാങ്ങണോ അതോ ഞാൻ അത് അടയ്ക്കാതെ വെയിറ്റ് ചെയ്യണോ? അതിനെനിക്ക് ഒരു തീരുമാനം, മാതാവ് എനിക്കൊരു മെസ്സേജ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് പ്രകാരം എനിക്ക് ആ സമയത്ത് ഒരു അനുകൂലമായിട്ടൊരു വേറൊരു തീരുമാനം അറിയാൻ സാധിച്ചു. എനിക്ക് ഇൻകം ടാക്സ് ഞങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ 24-25 ഞാൻ പൈസ അടച്ച് വാങ്ങിയാൽ എനിക്ക് 1 ലക്ഷം രൂപയോളം ഇൻകം ടാക്സ് വരുമായിരുന്നു. എന്നാൽ ഞാനത് ഏപ്രിലാണ് എൻ്റെ തുക കൈപ്പറ്റുന്നതെങ്കിൽ എനിക്ക് ടാക്സ് ഒഴിവാക്കി കിട്ടുമായിരുന്നു. അപ്പം ഞാനതൊരു ടാക്സ് കൺസൾട്ടൻറ്റിനോട് സംസാരിച്ചപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ വാങ്ങിയാൽ അത്രയും രൂപ ടാക്സ് ഒഴിവായി കിട്ടുമെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവ് ഇടപെട്ടിട്ടുള്ളതാണ്. 3 മാസം കൂടെ ഞാനത് നീട്ടി അടക്കാതിരിക്കാനായിട്ട് മാതാവ് അതിനുള്ളിൽ എന്തെങ്കിലും ഉത്തരവാകും, അതിനുവേണ്ടി മാതാവ് ഇടപെട്ട ഒരു കാര്യമാണ്. ഇത്രയും രൂപ എനിക്ക് ഒഴിവാക്കി തന്നത് മാതാവ് തീർച്ചയായിട്ടും ഇടപെട്ടതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പിന്നെ മാർച്ചായിട്ടും പിന്നെ തീരുമാനമൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ ഏപ്രിൽ 1-ാം തീയതി ജോസഫ് അച്ഛൻ്റെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. അച്ഛൻ ഞാൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഡോക്യുമെൻറ്റ്സ് ബ്ലസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുകയും എനിക്കൊരു മെഡൽ തരികയും ചെയ്തു. ഞാൻ എല്ലാ ദിവസവും ആ മെഡൽ വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയവും സന്ധ്യാപ്രാർത്ഥന സമയത്തും മാതാവിനോട് നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി വീണ്ടും അത് തീരുമാനം ഉടനെ ആകുമെന്ന് അറിയാൻ സാധിച്ചു. എന്നാൽ അത് വീണ്ടും ലാഗ് ചെയ്ത് പോയി. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്താ ഇങ്ങനെ എനിക്ക് പിന്നെ നീട്ടിക്കൊണ്ട് പോകുന്നത്? എനിക്കൊരു ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട, മാതാവ് ഇടപെട്ടിട്ടുണ്ട്, ഞാൻ ശാന്തമായിട്ടിരുന്നാൽ മതി, ഒരു തീരുമാനം എന്തായാലും ഉടനെ ആകുമെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ ജോസഫ് അച്ഛൻ്റെ ടോക്കിൽ ഞാൻ കേട്ടു, ചില കാര്യങ്ങളിൽ ടൈം ലാഗ് വരുമ്പോൾ അത് നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് പരിഭവം പറയരുത്, അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യണം. നിങ്ങൾ മാതാവിനോട് പരിഭ്രമിച്ചാൽ നിങ്ങൾ സോറി പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് സോറി പറഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എത്ര നാളായാലും എനിക്കൊരു തീരുമാനം, മാതാവിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്കിത് നടത്തി തരുമെന്ന് മാതാവ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ടൈം ലാഗ് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ കാര്യം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂണിലും ജൂലൈയിലും അത് നടന്നില്ല. എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ ബോർഡ് മീറ്റിംഗ് ഒരു ആദ്യത്തെ ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അന്ന് ഉടമ്പടി പ്രാർത്ഥനയുള്ള ദിവസമാണ്. ഞാൻ അന്ന് രാവിലെ 10:30 മുതൽ ഉടമ്പടി പ്രാർത്ഥന കൂടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് 3 മണിക്ക് എനിക്കൊരു മെസ്സേജ് വന്നു, ഞങ്ങളുടെ ഓർഡർ ആയിട്ടുണ്ട്, ഇനിയുള്ള ആരുടെയും ലയബിലിറ്റി അടയ്ക്കേണ്ട എന്നറിയാൻ സാധിച്ചു. അത് അന്ന് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നതാണ്. അന്ന് തന്നെ എനിക്ക് 3 മണിക്ക് മെസ്സേജ് വന്നു, ഇങ്ങനെ അനുകൂലമായിട്ടൊരു ഉത്തരവായെന്ന്. പിന്നീട് അത് കിട്ടാൻ, ആ ഫണ്ട് കിട്ടാൻ പിന്നെയും വീണ്ടും 2 മാസത്തെ താമസം വന്നു. അപ്പം സെപ്റ്റംബറിൽ ഓണം ആയതുകൊണ്ട് കുറച്ച് ഷോർട്ടേജൊക്കെ വന്നതുകൊണ്ട് ഒക്ടോബറിലേക്ക് നീണ്ടുപോയി. അപ്പം ഞാൻ ഒക്ടോബർ 1-ാം തീയതി ഇവിടെ വരികയും മാതാവിൻ്റെ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിക്കുകയും, മാതാവെ 7 ദിവസം, ഈ ഒക്ടോബർ 7-ാം തീയതി എന്നൊരു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അതിനുള്ളിൽ എനിക്ക് എൻ്റെ ഗ്രാറ്റുവിറ്റി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 6-ാം തീയതി എനിക്ക് കോൾ വന്ന് ഓഫീസിലേക്ക് ചെല്ലാൻ. ഞാൻ 7-ാം തീയതി പുനലൂർ ചെന്ന് എൻ്റെ ഗ്രാറ്റുവിറ്റിയുടെ ചെക്ക് കൈപ്പറ്റുകയും ചെയ്തു. അത് 2014 മുതൽ റിട്ടയർ ചെയ്തു പോയ ഞങ്ങളുടെ ജീവനക്കാരെല്ലാവരും ഒരു വലിയ തുക അവിടെ ലയബിലിറ്റിയായി അടച്ചു വെച്ചിട്ടാണ് ആ തുക കൈപ്പറ്റിയിരുന്നത്. ആദ്യമായിട്ട് ഞാനാണ് ഒരു പൈസ പോലും ലയബിലിറ്റി ആയിട്ട് അടക്കാതെ ആ തുക കൈപ്പറ്റിയത്. മറ്റുള്ളവരെല്ലാം കേസ് കൊടുത്തിട്ടുണ്ട്, അവരിനി കേസ് പിൻവലിച്ചാൽ മാത്രമേ അവർക്ക് ആ തുക കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് ചെയ്തു തന്നതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ മാതാവ്, ഞാൻ
എനിക്കൊരുപാട് സംരക്ഷണം മാതാവിൻ്റെ ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനും മോളും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി വീഴുകയും, എന്നാൽ വൈറ്റിലയിൽ നിന്ന് പുന്നുരുത്തിയിലോട്ട് പോകുന്ന സമയമാണ്, അവിടെ ഏറ്റവും ട്രാഫിക്കുള്ള സമയമാണ്. എന്നാൽ ആ സമയത്ത് വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് യാതൊരു പോറലും ഏൽപ്പിക്കാതെ ഞങ്ങളെ സംരക്ഷിച്ചു മാതാവ്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ കൃപാസന മാതാവിൻ്റെ എണ്ണയും തേനും ഉപ്പുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, സാധാരണ ചെറിയ എന്ത് അസുഖത്തിനും. അതുകൊണ്ട് തന്നെ എനിക്കത് പൂർണ്ണ വിശ്വാസമാണ്. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ പലരും എന്നോട് വന്ന് ചോദിക്കും, മാഡം അതൊന്നും ഞങ്ങൾക്കൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്ന് തൈലവും തേനും ഒക്കെ നൽകുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാൻ പുനലൂരായിരുന്നപ്പോൾ ഞാൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിൽ പോയി പേഷ്യൻസിനെ കാണുകയും അവിടുത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ പേഷ്യൻസിൻ്റെ അടുത്തും പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ചെറിയ സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഇവിടെയുള്ള അനാഥാലയത്തിലെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൃപാസനം പത്രം വാങ്ങിച്ച് ഞാൻ കൂടുതലും അക്രൈസ്തവരായിട്ടുള്ളവർക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.